കാരണം ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഉള്ള ആ ഒരു ട്രെയിനിങ് ഇല്ല. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പോലും കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല, കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷൻ കൊടുക്കാൻ പാടില്ല, കൊച്ചു പിള്ളേരെ അവർക്ക് ബാഗ് ചുമന്നുകൊണ്ട് പോകരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പത്രത്തിൽ വലിയ ആളുകൾ എഴുതണാണ് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ബാഗ് ചുമന്നുകൊണ്ട് തന്നെ വേണം സ്കൂളിൽ വിടാനായിട്ട്. എന്നാലേ അവർക്ക് മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ അവർക്ക് ഈ പുസ്തകക്കെട്ടിന്റെ ഭാരം അവരുടെ നടു വളഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ പറയാൻ കുറെ ആൾക്കാരുണ്ട്. ആളുകളെ ശരിക്കും കുട്ടികളെ ശരിക്കും നല്ല ടഫായിട്ട് തന്നെ വളർത്തണം. അപ്പോഴാണ് ആ റഫ്നെസ് നട്ടലൊക്കെ അങ്ങ് ടഫ്നെസ് വരുവുള്ളൂ. അല്ലാതെ ഈ ഒന്നിലും ചെയ്യിക്കാതെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ തളർന്നു വന്ന് കിടക്കുമല്ലേ, അവൻ ടെൻഷൻ അടിച്ച് കിടക്കുമല്ലേ, അവനെ കൊണ്ടൊന്നും ചെയ്യിക്കരുത്. അപ്പോൾ വീട്ടിലെ ഒരു കാര്യത്തിനുള്ള ഉത്തരവാദിത്വം കൊടുക്കില്ല, വീട്ടിലെ ഒരു കാര്യം അവൻ അറിഞ്ഞുകൂടാ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള സ്ട്രെസ് ട്രെയിനിങ്ങോ ഒന്നും ഉണ്ടാവില്ല, ഒരു രീതിയിലുള്ള കളിയാക്കലുകൾ ഇല്ല, താങ്ങാൻ പറ്റൂല. താങ്ങാൻ അപ്പൊ പറ്റും. ഇച്ചിരി പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് പോലും സൂയിസൈഡ് എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് സ്കൂളിലുണ്ടായ ഒരു സ്ട്രെസ് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റി കാണില്ല പലപ്പോഴും. അപ്പൊ അതിന് സമൂഹം തന്നെ മൊത്തം അതിന് ഉത്തരവാദിയാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഒരു പാലക്കാടുള്ള ഒരു കൊച്ച് സാറിനെ ചീത്ത പറയുന്ന ഒരു വീഡിയോ നമ്മളിത് എല്ലാവരും കണ്ടു. അപ്പൊ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പോലും പറ്റില്ല, സ്വപ്നം സത്യം, പോലും കാണാൻ പറ്റില്ലാത്ത സത്യം. സംഗതിയാണ്. അത്രയ്ക്കും സാറുമാരുടെ നേർക്ക് നേരെ നിൽക്കാൻ പറ്റില്ല നമുക്ക്. അതെ. അതുപോലെ അപ്പൊ ആ ഒരു സീനിയർ റെസ്പെക്റ്റ്, അങ്ങനെയുള്ള ആ ഒരു അച്ചടക്കം എന്നുള്ള ആ ഒരു രീതി ഇല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ഈ വണ്ടി ബ്രേക്ക് ഇല്ലാതെ